വാണിംഗ് അലാറവും സ്ഫോടന ശബ്ദവും ഒക്കെ കേട്ടുകൊണ്ടാണ് ഇന്ന് ഈ 2026 ജൂൺ 10 തീയതി ബുധനാഴ്ച ബഹ്റിനിലെ താമസക്കാർ ഉറക്കമുണർന്നത്. പുലർച്ചെ 4:28-നും അതിനുശേഷം 5:42-നുമാണ് അപായ സൈറനുകളും വാണിംഗ് മെസ്സേജുകളും ആളുകൾക്ക് ലഭിച്ചത്. പല പ്രദേശങ്ങളിലും താമസിക്കുന്ന ആളുകൾ സ്ഫോടനത്തിന്റെ ശബ്ദങ്ങൾ കേട്ടതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്ന് ഇറാന്റെ ഭാഗത്തു നിന്ന് ബഹ്റിന്റെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ഇൻഫ്രാസ്ട്രക്ചറുകളെയും ലക്ഷ്യമിട്ടുകൊണ്ടുവന്ന മിസൈലുകളും ഡ്രോണുകളും വിജയകരമായി ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിച്ചു എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടുണ്ട് ബഹ്റിന്റെ പ്രതിരോധ സേന BDF. രാജ്യത്തിന്റെ പരമാധികാരവും പൗരന്മാരുടെ സുരക്ഷിതത്വവുമാണ് ഏറ്റവും പ്രധാനമെന്നും അത് സംരക്ഷിക്കാൻ പ്രതിരോധ സേനയുടെ എല്ലാ സൈനിക യൂണിറ്റുകളും സുസജ്ജമാണെന്നും, അതായത് ഹയസ്റ്റ് ലെവൽ ഓഫ് റെഡിനെസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണെന്നും ജനറൽ കമാൻഡ് ഇന്നിറക്കിയ പ്രസ്താവനയിൽ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ പോലും ഈ പ്രതിരോധ സംവിധാനങ്ങൾ ആക്റ്റീവായതിൻ്റെ ഭാഗമായി താഴെ വന്നിട്ടുള്ള ഈ ഡെബറിസ് മിസൈലിൻ്റെയും ഡ്രോണുകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നും അത് നേരിട്ട് എടുത്തു മാറ്റാനോ അതിൻ്റെ അടുത്ത് ചെല്ലാനോ പാടില്ല എന്ന് മുൻപ് നൽകിയിട്ടുള്ള അറിയിപ്പ് അവർ ആവർത്തിച്ചിട്ടുമുണ്ട്. ബഹ്റിനിലെ US എംബസിയുടെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇന്ന് ഉണ്ടായതുകൊണ്ട് തന്നെ എംബസിയുടെ പ്രവർത്തനം ഉച്ചയ്ക്ക് 12 മണി വരെ വൈകിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതായിരുന്നു. അതിനുശേഷം ഇന്ന് ജൂൺ 10 തീയതി എല്ലാവിധ കോൺസുലർ സേവനങ്ങളും റദ്ദ് ചെയ്തു എന്നുള്ളൊരു കാര്യവും US എംബസി ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്.